എനിക്ക് കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി. കരച്ചിൽ വരെ വന്നു. ശ്രീലക്ഷ്മിയെ വീട്ടിൽ കയറി ചെന്ന ശേഷം ഒരു സമാധാനം ഇല്ലെന്നാ രുക്മിണി പറയുന്നത്. ഇങ്ങനെയാ പല വീടുകളിലും കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തി വലിഞ്ഞു കയറും. ആ അതെങ്ങനെയാ? മാനവും മര്യാദയുള്ള ചെറുപ്പക്കാരെ മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് ആദ്യം വശത്താക്കും. ഒടുവിലൊരു താലിമാലയിൽ ചീറ്റ് ചെയ്യപ്പെടും. ഇവള് കണ്ണും കലാശം കാട്ടി വശത്താക്കിയതല്ലേ ഹരീഷിനെ? ആ പിന്നെ എന്റെ ചെറുക്കൻ ജീവനും കൊണ്ട് ഓടിയതോ. ഇവളെ കുടുംബം വെറുതെ വിടുവോ? ചോരേ നീരുമുള്ള ചെറുപ്പക്കാരെ പിടിക്കുന്ന യക്ഷികളാ ഇവളുടെ വീട്ടുകാര്. നിങ്ങൾ പറയുന്ന പരദൂഷണം അനാവശ്യമൊക്കെ ഞാൻ റൂമിലിരുന്ന് കേൾക്കുമായിരുന്നു. ആ നീ കേക്കാൻ വേണ്ടി തന്നെയാടി ഞാനീ പറയുന്നേ. ഞാൻ രഹസ്യമായിട്ടല്ലോ പരസ്യമായിട്ടല്ലേ പറയുന്നേ. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ വീട്ടിൽ എനിക്ക് മിണ്ടാൻ പാടില്ലേ? നീ ആരാടി എന്നെ ഭരിക്കാൻ? അയ്യോ അമ്മേ, നിങ്ങൾ ഇനി മിണ്ടിയ നിങ്ങളുടെ തലകൊണ്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. മിണ്ടോടി, എടി മിണ്ടോന്ന്. ദൈവമേ, ഞാൻ കൊടുത്ത പൊടിയുണ്ട് ഞാൻ തന്നെ ചാവോ? ശ്രീ എന്താ ഇത്? ദ്രോഹി! കൊള്ളടാ കൊള്ള, പെണ്ണും പിള്ളയുടെ അടിയോള്. സോറി ഹരീഷ്, സോറി. ശരിയാക്കി തരാം. എനിക്ക് എന്റെ മനസ്സിന്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെടുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഞാനല്ലാതെ ഹരീഷ്, ഞാനല്ലാതെ ഹരീഷ്, എന്താ പറ്റിയത് എനിക്ക്? ഏറ്റിട്ടുണ്ട്. നീ വാ ഇങ്ങോട്ട്. നീ ഇവിടെ ഇരുന്നേ. ശ്രീ, എന്താ ശ്രീ നിന്റെ മനസ്സിൽ? ഒന്ന് പറ. എനിക്കറിയില്ല ഹരീഷ്, എനിക്കറിയില്ല. നീ എല്ലാം മറന്നൊന്ന് മയങ്ങാൻ നോക്ക്. കിടക്ക് ശ്രീ, കിടക്ക് കിടക്ക്. ഭാര്യയുടെ തല എത്ര കൊണ്ടാലും ഇവന് മതിയാവത്തില്ല. ഇങ്ങനെയുണ്ടോ നാണം കെട്ടവൻ? ഇങ്ങനെയുള്ളവരെ നാട്ടുകാരെ വിളിക്കുന്നേ അച്ചിക്കോൻ തന്നെ. ഇറങ്ങടി ഇവിടുന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ചീത്ത പറയുന്നോ? ഇറങ്ങി ഇവിടുന്ന്. നീ അനുഭവിക്കോടാ, നീ അനുഭവിക്കും. നാണം കെട്ടവൻ. ഛേ, ഐക്യമത്യം മഹാബലം എന്നാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിരിക്കുന്നത്. ഓ, നമ്മളെല്ലാരും ഒന്നിച്ചിരുന്നാൽ എന്തോ ഒരു സന്തോഷമായിരിക്കുമെന്ന് അറിയാമോ? അമ്മയ്ക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാല്ലേ? നീ എന്തൊരു ചോദ്യാടി ചോദിക്കണത്? ഈ ഇരിക്കണത് ആരാണെന്ന് അറിയോ? പണ്ഡിത ശിരോമണിയാണ്. ഒരു മഹാപ്രസ്ഥാനത്തോടാണ് ചോദിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരെ അറിയോന്ന്? മൂപ്പര് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ആര്? കുഞ്ചൻ നമ്പ്യാര് സാറ്. കുഞ്ചൻ നമ്പ്യാര് സാറോ? ഓ, മലയാള ഭാഷയുടെ പിതാവേ, മാപ്പാക്കണേ. എന്നിട്ട് അല്ല, എന്റെ ഹസ്ബൻഡ് ഓട്ടം തുള്ളലുകാരനല്ലേ?
ദാണ്ട പണ്ട് വീടിന്റെ മുറ്റത്തൊരു പായ വിരിച്ചു കിടന്നാണ് പണ്ട് എന്റെ ഹസ്ബൻഡിന് ഓട്ടം തുള്ളൽ എഴുതി കൊടുത്തത്. വേണുവേട്ടാ, ഈ കുഞ്ചൻ നമ്പ്യാരൊക്കെ ജീവിച്ചിരുന്നത് 16-ാം നൂറ്റാണ്ടിലോ മറ്റോ അല്ലേ? അത് തളേ തളു തുടങ്ങിയ കേക്കാനായിട്ട് നിങ്ങളൊക്കെ എന്തിനാ ഇരുന്ന് കൊടുക്കുന്നത്? എടാ, നിന്റെ അച്ഛനെ കാണാൻ കുഞ്ചൻ നമ്പ്യാര് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ ഈ കക്ഷി പറയണത്. ഒരു ശങ്കര നമ്പേരെ വീട്ടിൽ വരുമായിരുന്നു. അയാളെന്ന് ഒരു കാശ് വലിച്ചൊക്കെ മേടിച്ചിരുന്നു. ആ വേണ്ടി വന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴല് വിൽക്കാൻ വീട്ടിൽ വന്നു എന്ന് ഇവര് പറഞ്ഞു. ആ അറിവ് പകർന്നു കൊടുക്കാന്ന് വെച്ചാൽ ഇവരാരും സമ്മതിക്കൂല. ഇങ്ങനത്തെ മനുഷ്യര്. ഉം, ഉം, ഉം. അല്ല, പടവലാതി സാവിത്രി അല്ലേ അതുകൊണ്ട് വരുന്നത്? പടവലാതി സാവിത്രിയോ? അതാരാ? പടവലാതി സാവിത്രി എന്നും പരലോക സാവിത്രി എന്നും ഒക്കെ പറയും. ആ. പരലോകത്ത് വരെ പോയ അവള് പരദൂഷണം പറഞ്ഞു കളയും. ഓ, ജീവിച്ചിരിക്കുന്ന ഭർത്താവ് കെട്ടിത്തൂങ്ങി ചത്തെന്നും പറഞ്ഞ് വിധവാ പെൻഷൻ വരെ വാങ്ങിച്ചവളാ അവള്. അമ്മേ, അയൽവക്കക്കാര് കയറി വരുമ്പോ അവരെ അപമാനിക്കരുത്. അയലോക്കാരാണെങ്കിൽ അടുത്ത് മടിയിലോട്ട് വെച്ചോ. അല്ല പിന്നെ അയ്യോ, ഇത് നമ്മുടെ കാട്ടിപ്പറമ്പിലെ സാവിത്രിയല്ലേ? വാ വാ വാ, വന്നിരിക്കേ ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. എല്ലാരും നല്ല സന്തോഷത്തിലാണെങ്കിൽ തൽക്കാലം ഞാനങ്ങ് പോയേക്കാം. അതെന്ത് പോകാ സാവിത്രി? സന്തോഷം ഞാനായിട്ട് കെടുത്തണ്ടെന്ന് കരുതിയാ. എന്നുവെച്ചാ ചേച്ചി എന്താ അർത്ഥമാക്കുന്നെ? അതങ്ങ് പറയ്. കേട്ടാലേ എല്ലാരും ഞെട്ടുന്നൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്നാ കേക്കുന്നതിന് മുമ്പ് എല്ലാരും ഒന്ന് ഞെട്ടിക്കോ. സാവിത്രിക്ക് സന്തോഷാവുമല്ലോ. സാവിത്രി ഇതൊന്നും കാര്യാക്കണ്ട. അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് സാവിത്രിക്ക് അറിയാലോ. സാവിത്രി പറയേ. എന്റെ പൊന്നു രാധമേ, ഞാൻ നിങ്ങളുടെ ഇളയ മകളുടെ കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. ശ്രീലക്ഷ്മിയുടെ. എന്തായാലും നിങ്ങൾ പെറ്റമ്മയല്ലേ. ഒരമ്മയുടെ വികാരം എനിക്കറിയാം. ഞാനും 1-2 പ്രസവിച്ചതല്ലേ. പ്രസവവിശേഷം പറയാതെ കാര്യം പറ സാവിത്രി. ആ കൊച്ചിനെ രുക്മിണി ഇട്ട് തട്ടിക്കളിക്കുവാ. സത്യം പറയാലോ, എനിക്ക് കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി. കരച്ചിൽ വരെ വന്നു. ശ്രീലക്ഷ്മിയെ വീട്ടിൽ കയറി ചെന്ന ശേഷം ഒരു സമാധാനം ഇല്ലെന്നാ രുക്മിണി പറയുന്നത്. ആ, അവക്കങ്ങനെ സമാധാനം കിട്ടും? കെട്ടിയോൻ കാശിയിൽ അഘോരിയായിട്ട് അലയുകയല്ലേ. ഇങ്ങനെ പോയാ നിങ്ങളുടെ മകളെ രുക്മിണി അങ്ങ് കൊല്ലും.